ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നമ്മുടെ സുന്ദരിയും കൊണ്ട് പറമ്പിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സുന്ദരിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ സുന്ദരിക്ക് ഇപ്പോൾ 3 മാസം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സുന്ദരിക്ക് ഇനി ടി ടി ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ 3 മാസം 15 ദിവസം ആയാലാണ് ടി ടി ഇഞ്ചക്ഷൻ എടുക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ വിശദമായിട്ട് ചെയ്യാം. പിന്നെ കൈത്തീറ്റ കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല, ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. പിന്നെ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. അവളിതാ മുകളിൽ നിന്നിട്ട് മേഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, റബ്ബർ തോട്ടത്തിലാണ് ഇപ്പോൾ നമ്മുടെ ഫുള്ള് വീഡിയോ റബ്ബർ തോട്ടത്തിലാണ്. ആട് മേയ്ക്കാൻ പോകുമ്പോഴാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യലും ഒക്കെ അവിടെ നിന്നിട്ടാണ് കേട്ടോ. പക്ഷേ ഞാൻ എപ്പോഴും സുന്ദരിയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ 2 ദിവസം മുന്നേ തന്നെ 3-4 നായ ഉണ്ടായിരുന്നു കേട്ടോ. നേരെ കുരച്ചിട്ട് ഇങ്ങ് വന്നു. പിന്നെ എന്നെ കണ്ടപ്പോൾ അവരങ്ങ് പോയി. സുന്ദരിയെ കണ്ടതും അവർ ഭയങ്കര ശബ്ദം ഇട്ടിട്ട് ഇങ്ങ് ഓടി വന്നു കേട്ടോ. അതിനാൽ അവൾ ഭയങ്കരമായിട്ട് പേടിയായി. ഇപ്പോൾ പിന്നെ ഒരുപാട് തീറ്റയൊന്നും കൊടുക്കുന്നില്ല. രാവിലെ നമ്മൾ അവൾക്ക് അത്യാവശ്യം കഴിക്കാനുള്ള പച്ചപ്പുല്ലുകളും വള്ളികളും ഒക്കെ ഞാൻ വൈകുന്നേരം ഇവിടെ നിൽക്കുന്ന സമയത്ത് എടുത്തുകൊണ്ട് പോകും. പിന്നെ നമ്മുടെ കൂടുതൽ വിശേഷമൊന്നുമില്ല. സാധാരണ നമ്മുടെ വീഡിയോകളിൽ അവളെ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണ്. പിന്നെ ഗർഭിണി ആയതിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മളൊരു കുഞ്ഞു കൈത്തീറ്റയും അതുപോലെ ഒരു സപ്ലിമെൻറ്റും അവൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ അസുഖങ്ങളോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിൽ കുറച്ച് ദിവസം മുന്നേ അവൾക്കൊരു ശ്വാസം മുട്ട് പോലെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു 2-3 ദിവസം ഉണ്ടായിട്ടോ. അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അങ്ങനെ കുറഞ്ഞു വന്നു. അതിനിപ്പോൾ തീറ്റ എടുത്ത് കൂടിപ്പോയോ പിന്നെ ഓടുകയൊക്കെ ചെയ്താലേ അവൾ എന്തെങ്കിലും മയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പോൾ ആളുകളെയും കാണാൻ പാടില്ല കേട്ടോ. അപ്പോൾ പറമ്പിലൊക്കെ അവർ കവുങ്ങും തോട്ടം നനയ്ക്കാനൊക്കെ ആളുകൾ നിൽക്കാറുണ്ട് അപ്പുറത്തെ വീട്ടിലോട്ട്. അപ്പോൾ അവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾ ഓടും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ആ ഒരു കിതപ്പ് കൊണ്ടും ഓടുന്ന അതുകൊണ്ടൊക്കെ അവൾക്ക് ചെറുതായിട്ടൊരു മുട്ടലൊക്കെ ഉണ്ടായിരുന്നു. അത് മാറി, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പേടിയാണ്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തവണ അവൾക്ക് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ട് പ്രസവത്തോടൊക്കെ അടുപ്പിച്ചിട്ട് ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. എന്ന് വെച്ചാൽ പിന്നെ അത് ആ ഗർഭസമയത്ത് വരുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ കൂടുതലുള്ള ആ ഒരു ടൈമിൽ 2ലും കൂടുതൽ കുഞ്ഞുങ്ങൾ ആ ഒരു സമയത്തൊക്കെ അവരെങ്ങനെ വയറ്റിലിട്ടുകൊണ്ട് നടക്കുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അങ്ങനെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ശ്വാസം മുട്ടലുള്ള ആടുകൾക്ക് നിങ്ങൾ വെള്ളമൊക്കെ കുറച്ച് കുറവാക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ തീറ്റ എടുക്കുകയും അതുപോലെ വെള്ളമൊക്കെ നല്ലപോലെ കുടിച്ചങ്ങ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുള്ള വയറാണല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ അവർക്ക് ശ്വാസം മുട്ട് കൂടുതലാവും. അപ്പോൾ വെള്ളത്തിൻ്റെ അംശം കുറച്ച് കുറവാക്കി കൊടുക്കാം. പിന്നെ ടി ടി ഇഞ്ചക്ഷൻ എന്തായാലും ഒരെണ്ണമെങ്കിലും നിങ്ങൾ എടുക്കണം കേട്ടോ. 2 എടുത്താലും കുഴപ്പമില്ല. 3-ാമത്തെ മാസത്തിലും 4-ാമത്തെ മാസത്തിലും ഓരോന്ന് വെച്ചിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഒന്നെങ്കിലും നിങ്ങൾ എടുക്കണം. 3.5 മാസം ആകുമ്പോൾ, അതായത് 3 മാസം 15 ദിവസം ആകുമ്പോൾ ടെറ്റനസിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കും ഒരു ആരോഗ്യ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ വൈറ്റമിൻ സപ്ലിമെൻറ്റ് കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ആ ഒരു കാൽസ്യം വിറ്റമിൻസ് അതിൻ്റെ ഒന്നും കുറവൊന്നും ഉണ്ടാവില്ല. ചില ആടുകൾക്കൊക്കെ പാലുൽപാദനം വളരെ കുറവാണ്. അപ്പോൾ അത് പ്രസവിച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് കാര്യമല്ല. ഗർഭിണിയാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് കപ്പലണ്ടി പിണ്ണാക്ക്, തേങ്ങ പിണ്ണാക്ക്, ചോളത്തവിട് വേണമെങ്കിൽ ചേർത്താൽ മതി. നിങ്ങളുടെ കഴിവിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ഇവൾക്ക് വളരെ കുറഞ്ഞ അളവിലേ കൊടുക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്യാം. അങ്ങനെ ഒരു കുഞ്ഞു കൈത്തീറ്റ അത് ഗർഭിണി ആയത് മുതൽ നമുക്ക് കൊടുത്തു തുടങ്ങാം. പിന്നെ ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റ് അതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പ്രസവിച്ച ആടുകൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാൻ, അതുപോലെ ആ ഒരു ബ്രീഡിനനുസരിച്ചിട്ടുള്ള പാലുൽപാദനം ഉണ്ടാവും. പിന്നെ നമുക്ക് വീട്ടാവശ്യത്തിന് ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉള്ളൂ വെച്ചെങ്കിൽ നമുക്ക് വീട്ടാവശ്യത്തിന് ബാക്കി പാല് കറന്നെടുക്കാം. എന്നുവെച്ചാൽ ഒരുപാട് പാല് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് വയറിളക്കം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ പലരും കമൻ്റൊക്കെ ഇടാറുണ്ട്, മറ്റേ വേറെ കുറച്ചുകൂടി ആടുകളെ നിർത്തിക്കൂടെ എന്നൊക്കെ. അപ്പോൾ നമുക്കിവിടെ തീറ്റയ്ക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഞാനിപ്പോൾ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ഞാൻ നടന്നിട്ടാണ് സുന്ദരിയും കൊണ്ട് ഇപ്പോൾ കാണുന്ന റബ്ബർ തോട്ടത്തിലേക്ക് പോകുന്നത് കേട്ടോ. പിന്നെ അവൾ ഒറ്റയ്ക്കായതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ല. അവളെ പിടിച്ചങ്ങ് നടന്ന് പോയാൽ മതി. പിന്നെ കുറച്ച് തീറ്റ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു പച്ചപ്പ് ഇങ്ങനെ കാണുന്നതല്ലാതെ ഇതിൽ പല പുല്ലുകളും അവൾ കഴിക്കാത്തതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ആടുകളെ നിർത്താത്തത്. എന്ന് വെച്ചാൽ നിർത്തണമെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ അടുത്ത് തന്നെ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ സുന്ദരിയുടെ കഴിഞ്ഞ ബാച്ചിലുള്ള അമ്മു, അമ്പിളി, പൊന്നു ഒക്കെ നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയായിരുന്നു. അപ്പോൾ നിർത്താനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. എന്ന് വെച്ചാൽ കൂടും ഇപ്പോൾ ചെറുതാണ്, കൂട് സൗകര്യമല്ല. നമുക്ക് വലിയ ആടുകളെ നിർത്താനായിട്ടുള്ളൊരു കൂടും കുഞ്ഞുങ്ങൾക്കായിട്ടുള്ളൊരു കൂട് മാത്രമേ ഉള്ളൂ. ഒരുപാട് സ്ഥലത്തൊന്നും ഇല്ല. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൂടുതൽ മരങ്ങളോ അങ്ങനത്തെ പ്ലാവില അങ്ങനത്തെ ഒന്നും കൂടുതലായിട്ടില്ല. വെറും ഒരു മാവിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ പട്ടികളുടെ ശല്യമുണ്ട്. നമ്മൾ നോക്കി നിൽക്കുക തന്നെ വേണം. അപ്പോൾ ഒരുപാട് ആടുകളൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഓടിയിട്ടൊക്കെ പോകും. അപ്പോൾ നമ്മൾ വരുന്നൊന്നും കാണില്ല, അടുത്തെത്തിയിട്ടാവും ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ നമുക്ക് നോക്കാൻ കഴിയുന്ന അത്രയും ആടുകളെ നമ്മൾ വളർത്തുക. ഒരുപാട് എണ്ണം നമ്മൾ കൂട്ടി വളർത്തിയിട്ടൊന്നും കാര്യമില്ല.
ഉള്ളതിനെ നല്ലപോലെ നോക്കുക. അതാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്തന്നെ വീഡിയോ ആയിട്ട് വരാം. നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്